നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആളിങ്ങനെയായിരിക്കുമെന്ന് കരുതിയില്ല, ഇതല്ല പ്രതീക്ഷിച്ചത്. ഹോസെ മൊറീഞ്ഞോയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണ് ഫെഡെ വാൽവെർദെ. ഫെറൻകവറോസിനെതിരെയുള്ള കളിക്ക് ശേഷം കോച്ചിനെക്കുറിച്ച് ഫെഡെ വാൽവെർദെ പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കാം. ഫെഡെ പറയുന്നു, ഞാനിങ്ങനെയല്ല, അദ്ദേഹം ഇങ്ങനെയായിരിക്കുമെന്നല്ല പ്രതീക്ഷിച്ചത്. അദ്ദേഹം ഞങ്ങളോടൊക്കെ വളരെ ക്ലോസ് ആണ്. ചിലപ്പോൾ കുറച്ച് ഹാർഡൊക്കെ ആകും, പക്ഷേ അത് നമ്മളെ കൂടുതൽ ഇമ്പ്രൂവ് ആക്കുകയുള്ളൂ. ഒട്ടും ഇങ്ങനെ ഇത്രത്തോളം ആൾ ക്ലോസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മൊറീഞ്ഞോക്ക് വേണ്ടി അവസാനം വരെ കളിക്കളത്തിൽ പോരാടും. ഈ ക്ലബിന് മൊറീഞ്ഞോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കോച്ചാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഐ വിൽ ഡു എവറിത്തിങ് ദി മാനേജർ ആസ്. എവിടെ കളിക്കണോ, എന്താണ് മാനേജർ പറയുന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ടയേർഡാണ്. ഇപ്പം കുറച്ച് ഫാറ്റിഗ്ഡ് ആണല്ലോ. നമ്മളിപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും മാനേജർ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. മൊറീഞ്ഞോയെക്കുറിച്ച് പറഞ്ഞാൽ ആൾ വളരെ സ്പെക്ടാക്കുലറാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇതാ ഫെഡെ വാൽവെർദെ പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള പോരാട്ടം നടത്താനും റെഡിയാണ് എന്നുകൂടി ഫെഡെ തന്നെ പറയുന്നു. അതാണ് മൊറീഞ്ഞോ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. നോക്കുക, കോച്ച് വരുമ്പോൾ, അപ്പോൾ മൊറീഞ്ഞോ വരുമ്പോൾ ആൾ വളരെ പട്ടാളച്ചിട്ടക്കാരനാണ്, പ്രശ്നക്കാരനാണെന്നൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അടുത്തിടപഴകിയപ്പോൾ ഫെഡെ പറയുന്നു, ഇങ്ങനെയൊന്നും അല്ലട്ടാ കരുതിയത്, ആൾ നൈസാണ്, ആൾ ഞങ്ങളോടൊക്കെ വളരെ ക്ലോസ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കളിക്കളത്തിൽ കാണും എന്ന് തന്നെയാണ് ഫെഡെ പറയുന്നത്. വി വിൽ ഫൈറ്റ് അണ്ടിൽ ദി എൻഡ് ഫോർ മൊറീഞ്ഞോ എന്ന് പറയുമ്പോൾ റയൽ ചിലതൊക്കെ ഈ തവണ ചെയ്യാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.